ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവാരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയമാണ്. ഉട്ടൂത്തിയോ എഴുന്നേറ്റ് നിന്നോ ആദരവോടെ ഈശോയെ നമ്മുടെ ഇടയിലേക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന ആത്മാവിലാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിലേക്ക് നോക്കാം. നമ്മോട് ദയയുള്ള അനുകമ്പയുള്ള ദൈവം നമുക്ക് വേണ്ടി ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ്. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാം, ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കാം. അത് നമ്മുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി മാറും. വിശുദ്ധ കുർബാനയിലെ ഈശോയെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ കുറവുകൾ ഈശോ പരിഹരിച്ചു തരും. കാനായിലെ കല്യാണ വിരുന്നിൽ കർത്താവ് പ്രവർത്തിച്ചതുപോലെ ഇന്ന് നമ്മുടെയൊക്കെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കും. ദൈവത്തിന് നമ്മോട് കരുണ തോന്നേണ്ടതിന് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ ആരാധനയുടെ സമയം. അച്ചിന്തയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു വചനഭാഗം നമുക്കെടുക്കാം. റോമാലേഖനം 9-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വചനം. റോമ 9:15 മുതൽ 18 വരെ. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവനോട് അനുകമ്പയും എന്നവിടുന്ന് മോശയോട് അരുൾ ചെയ്തു. അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്നു, ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു, അതുപോലെ താൻ ഇച്ഛിക്കുന്നവരെ കഠിനഹൃദയരാക്കുകയും ചെയ്യുന്നു. ഈ വചനഭാഗം പുറപ്പാട് പുസ്തകം 33:19 ചേർന്ന് പോകുന്ന കാര്യമാണ്. കേൾക്കുമ്പോൾ നമുക്ക് അത്ര രസകരമായിട്ട് തോന്നിയെന്ന് വരില്ല. എനിക്ക് തോന്നുന്നവനോട് ഞാൻ കരുണ കാണിക്കും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. ദൈവത്തിൻ്റെ തീരുമാനമാണ്. ഇനി നമ്മളോട് ദൈവം കരുണ കാണിക്കും, ദൈവം ദയ കാണിക്കും. കാരണം അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. അതിന് നാം ചെയ്യേണ്ട കാര്യം ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുക, ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവാരാധനയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ ദൈവത്തെ ഒരു ഗാനത്തിലൂടെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയ ദൈവിക ശക്തി നമ്മളിലേക്ക് ഒഴുകുന്നതിന് കാരണമായി തീരും. അത് കിട്ടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ
നമ്മുടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പാടി പ്രാർത്ഥിക്കാം. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല, ആപത്തിൽ ഓടിയൊളിക്കുകില്ല. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല, ആപത്തിൽ ഓടിയൊളിക്കുകില്ല. എപ്പോഴും നിന്നോടു കൂടെ മകനെ, എന്നാളും നിന്നോടു കൂടെ. വിശ്വസിക്കൂ മകനെ, രക്ഷ നേടും നീ. വിശ്വസിക്കൂ മകളെ, രക്ഷ നേടിയിടും. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല, ആപത്തിൽ ഓടിയൊളിക്കുകില്ല. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല, ആപത്തിൽ ഓടിയൊളിക്കുകില്ല. ആഴിയിൽ നീ വീണുപോയാൽ താഴ്ന്നു പോവുകില്ല. നിന്റെ നാഥൻ യേശു മിശിഹ കൂടെയുണ്ടല്ലോ. ആഴിയിൽ നീ വീണുപോയാൽ താഴ്ന്നു പോവുകില്ല. നിന്റെ നാഥൻ യേശു മിശിഹ കൂടെയുണ്ടല്ലോ. സ്വന്ത ജീവൻ നൽകി നിന്നെ വീണ്ടെടുത്തല്ലോ. രക്ഷകൻ ദൈവം. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല, ആപത്തിൽ ഓടിയൊളിക്കുകില്ല. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല, ആപത്തിൽ ഓടിയൊളിക്കുകില്ല. എല്ലാവരും സന്തോഷത്തോടെ പാടി പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഹൃദയത്തുടിപ്പുകൾ സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹം നമ്മുടെ മേൽ വർഷിക്കപ്പെടും. ആഗ്രഹത്തോടെ പാടാം. ഭാരമേറും നുകങ്ങൾ നിന്റെ തോളിലേറ്റിയാലും തളർന്നു വീഴാൻ നിന്റെ ദൈവം അനുവദിക്കില്ല. ഭാരമേറും നുകങ്ങൾ നിന്റെ തോളിലേറ്റിയാലും തളർന്നു വീഴാൻ നിന്റെ ദൈവം അനുവദിക്കില്ല. ശക്തിയേറും കരങ്ങളാലെ താങ്ങിടും നിന്നെ മോചകൻ ദൈവം. ചേർന്ന് പാടട്ടെ. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല, ആപത്തിൽ ഓടിയൊളിക്കുകില്ല. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല, ആപത്തിൽ ഓടിയൊളിക്കുകില്ല. എപ്പോഴും നിന്നോടു കൂടെ മകനെ, എന്നാളും നിന്നോടു കൂടെ. വിശ്വസിക്കൂ മകനെ, രക്ഷ നേടും നീ. വിശ്വസിക്കൂ മകളെ, രക്ഷ നേടിയിടും. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല, ആപത്തിൽ ഓടിയൊളിക്കുകില്ല.
ഒളിക്കുകയില്ല. ദൈവസ്നേഹം മാറുകില്ല, മറയുകില്ല. ആപത്തിൽ ഓടി ഒളിക്കുകയില്ല, ആപത്തിൽ ഓടി ഒളിക്കുകയില്ല, ആപത്തിൽ ഓടി ഒളിക്കുകയില്ല. ദൈവത്തിൻ്റെ മാറാത്ത മറയാത്ത ആ സ്നേഹമാണ് ദിവ്യകാരുണ്യത്തിൽ നമ്മൾ കാണുന്നത്. അവിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ അല്പസമയം നമുക്ക് ഈ ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം ഒരഭിഷേകമായി നമ്മുടെ ജീവിതത്തിൽ വന്നിറയുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, മാലാഖമാരോട് ചേർന്ന് ഞങ്ങളും അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. കർത്താവേ, അവിടുത്തെ സ്നേഹത്തിന്റെ അഭിഷേകം ആഗ്രഹിച്ച് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയുടെ അഭിഷേകം ആഗ്രഹിച്ച് ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. സംസ്ഥാനങ്ങളിൽ ഇരുന്ന് ഈശോയിലേക്ക് നോക്കിയിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ മഹത്വം കാണുവാനും ദൈവത്തിൻ്റെ കരുണ ദർശിക്കുവാനും നമുക്ക് കഴിയട്ടെ. നമ്മുടെ കുറവുകൾ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയട്ടെ. ഈശോ അതിന് നമ്മെ സഹായിക്കും. എനിക്ക് ദയ തോന്നുന്നവനോട് ഞാൻ ദയ കാണിക്കും, കരുണ തോന്നുന്നവനോട് കരുണയും. ഇത് കർത്താവിൻ്റെ വാക്കാണ്. മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തൊരു കാര്യമാണ്. കർത്താവേ, അക്കരുണയും ദയയും എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും വരേണ്ടതിന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടാൻ നമുക്ക് സാധിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചുയർത്തും. ദൈവത്തോട് നിലവിളിക്കാൻ നമുക്ക് സാധിച്ചാൽ ആ നിലവിളിക്ക് ദൈവം ഉത്തരം തരും. ഏതാനും വചനങ്ങൾ, ദൈവം അനുകമ്പയുള്ള ദൈവമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വചനങ്ങൾ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. അതിലൂടെ നമ്മുടെ ദൈവത്തെ, യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയാം. ദൈവത്തിൻ്റെ കരുണയ്ക്കും സ്നേഹത്തിനും നമ്മൾ ഓരോരുത്തരും പാത്രമാകുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മർക്കോസ് 8-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു, 3 ദിവസമായി ഭക്ഷണം കഴിക്കാതെ കർത്താവിൻ്റെ പുറകെ നടന്ന ജനത്തോട് കർത്താവിന് അനുകമ്പ തോന്നി. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടാവാം. ഇപ്പോഴും അത്ര വലിയ സമൃദ്ധിയൊന്നും ഇല്ലാകാം. ഇല്ലെങ്കിലും ദൈവത്തിന് നമ്മളോട് കരുണ കാണിക്കാൻ പറ്റും. ഒരുപക്ഷെ നമുക്ക് തിന്നാനും കുടിക്കാനും ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ രോഗാവസ്ഥകൾ മൂലം ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. ആ വേദനയിൽ കഴിയുന്ന നമ്മോട് ദൈവം അനുകമ്പ കാണിക്കും. കാരണം അനുകമ്പയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. കർത്താവേ, ആ വലിയ വിശ്വാസം എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 6:34 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കഴിഞ്ഞിരുന്ന ജനത്തോട് ദൈവത്തിന് കരുണ തോന്നി, അനുകമ്പ തോന്നി. അവരെ പഠിപ്പിക്കാൻ, അവരെ നേർവഴിയിൽ നയിക്കാൻ ആരുമില്ലായിരുന്നു. നല്ല ഇടയന്മാരില്ലായിരുന്നു. അവരെ കണ്ടിട്ട് ദൈവത്തിന് അനുകമ്പ തോന്നി. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് പോലെ വചനം കിട്ടാൻ, വചനം നൽകാൻ, വചനം പഠിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതിന് പറ്റുന്ന ആളുകൾ നമ്മുടെ മുമ്പിൽ ഇല്ലായിരിക്കാം. ഈശോയ്ക്ക് നമ്മളോട് അനുകമ്പ തോന്നും. നല്ല ഇടയന്മാരെ കർത്താവ് നമുക്കായി ഉയർത്തിക്കൊണ്ടുവരും. നമ്മെ പഠിപ്പിക്കാൻ പറ്റുന്നവരെ കർത്താവ് അഭിഷേകം ചെയ്ത് ഉയർത്തും. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ അവസ്ഥയിൽ കഴിയുന്ന എന്നോട് അനുകമ്പ തോന്നണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. യോനാ പ്രവാചകൻ 4-ാം അധ്യായം 11-ാമത്തെ വചനമെടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, നിന്നേവയോട്, നിന്നേവവാസികളോട് അനുകമ്പ തോന്നിയ ദൈവത്തെക്കുറിച്ച്. അതുകൊണ്ട് അവരുടെ മേൽ അയക്കാനിരുന്ന ശിക്ഷ അവിടുന്ന് മാറ്റിവിടുന്നത് കാണാൻ പറ്റും. ദൈവം മനസ്സ് മാറ്റുന്നത് കാണാൻ പറ്റും.
അത്രമാത്രം അനുകമ്പയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ഹോസിയായുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹോസിയ 11:8. എൻ്റെ അനുകമ്പ, ദൈവം പറയാണ്, എൻ്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമാണ്. ദൈവത്തിൻ്റെ അനുകമ്പ ഊഷ്മളമായ അനുകമ്പയാണ്, ആർദ്രവമായ അനുകമ്പയാണ്. ഇക്കാര്യം തിരിച്ചറിഞ്ഞാൽ ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയാതിരിക്കുമോ? ഈ അനുകമ്പയ്ക്ക് വേണ്ടി, ദയയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമോ? ഇത് നാം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ദാനിയേലിൻ്റെ പുസ്തകം 1:9 വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ദാനിയേലിനോട് അനുകമ്പ തോന്നാൻ കർത്താവ് ഇടവരുത്തിയെന്ന്. ദൈവം നേരിട്ട് വന്ന് ഇത് ചെയ്യണമെന്നില്ല. ദൈവത്തിന് ആരെ വേണേലും തിരഞ്ഞെടുത്ത് നിയോഗിക്കാൻ പറ്റും. അവരിലൂടെ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ അനുകമ്പ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നിറയാവുന്നതേ ഉള്ളൂ. ഏതാനും നിമിഷങ്ങൾ ഈശോയിലേക്ക് നോക്കിയിരിക്കുക. കർത്താവേ, എന്നോട് കരുണ കാണിക്കാൻ, എന്നോട് ദയ തോന്നാൻ ഈശോയെ അങ്ങ് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ നമ്മുടെ സാമ്പത്തിക ക്ലേശങ്ങൾ, രോഗാവസ്ഥകൾ, നമ്മെ മനസ്സിലാക്കാൻ ആരുമില്ലാത്ത അവസ്ഥ, നമുക്കെതിരെ എല്ലാവരും നീങ്ങുന്നത്, അതിൻ്റെ എല്ലാം വിഷമവും വേദനയും നമുക്കുണ്ടാകാം. കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കും, കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തും. അതിനാഗ്രഹിച്ച് ദൈവത്തെങ്കിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞാൽ മതി. ദൈവം അനുകമ്പയുള്ള ദൈവമാണ്. ഏതാനും ചില വചനഭാഗങ്ങൾ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ഇതുപോലെ ദൈവം അനുകമ്പ കാണിച്ച ഒത്തിരിയേറെ സംഭവങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. യേശു അനുകമ്പ കാണിച്ച ഒത്തിരിയേറെ സംഭവങ്ങളുണ്ട്. വിശ്വസിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. പരാതി, പരിഭവങ്ങൾ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഈശോയിലേക്ക് നമുക്ക് തിരിയാം. കർത്താവേ, അവിടുന്ന് എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതിനങ്ങയുടെ മുമ്പിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥനയുടെ സ്വരമങ്ങ് കേൾക്കണമേ എന്ന് യാചിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാം. അനുകമ്പയുള്ള ദൈവത്തെ തിരിച്ചറിയാതെ സംസാരിച്ച, പെരുമാറിയ എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര അവസരങ്ങൾ, നമ്മുടെ ദൈവത്തെ മറന്ന് നമ്മൾ ജീവിച്ച അവസ്ഥകൾ, നമുക്കതിനെല്ലാം മാപ്പ് ചോദിക്കാം. കർത്താവേ, എൻ്റെ അറിവില്ലായ്മയുടെ കാലത്ത് ഞാൻ ചെയ്തു പോയ എൻ്റെ എല്ലാ അപരാധങ്ങളും പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തെ അറിഞ്ഞ് നമ്മൾ ഇനിമേൽ പാപത്തിൽ വീഴാതെ ദൈവസ്നേഹത്തിൽ മുന്നേറുവാനുള്ള തീരുമാനമെടുത്ത് നമുക്ക് ഈ അനുതാപ ഗാനത്തിൽ പങ്കുചേരാം. ലോകം മുഴുവൻ നിറയുന്നു ഘോരമ പാപത്തിൻ ഭീകരഗർജനങ്ങൾ. ലോകം മുഴുവൻ നിറയുന്നു ഘോരമ പാപത്തിൻ ഭീകരഗർജനങ്ങൾ. ഈശോദൻ ദാരുണ പീഡകളോർത്തെന്നും കരുണയായിരിക്കണമേ. വിശുദ്ധീകരിക്കണമേ. കരുണാമയ കനിയേണമേ. ദൈവപിതാവേ കനിയേണമേ. കരുണയായിരിക്കണമേ. ഞങ്ങളിൽ കരുണയായിരിക്കണമേ. കരുണയായിരിക്കണമേ. അല്പസമയം നിശബ്ദതയിൽ ദൈവത്തിൻ്റെ കരുണ ലോകം മുഴുവൻ്റെ മേലും വർഷിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. ഈ മഹാമാരി മൂലം വിഷമിക്കുന്ന, വേദനിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരെല്ലാം മനസ്സിൽ കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൈവശമുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, ഉറ്റവരും ഉടയവരും നഷ്ടമായവർ, സാമ്പത്തികമായിട്ട് കൈവശമുണ്ടായിരുന്നതെല്ലാം കൈവിട്ടു പോയത്, ബിസിനസ് തകർന്നത്, ആരോഗ്യം നഷ്ടപ്പെട്ടത്, അങ്ങനെ നിരവധി നഷ്ടങ്ങളുടെ കണക്ക് പറയാനുള്ളവർ, ദൈവമേ അവരോടെല്ലാം കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ, ആത്മഹത്യ ചെയ്തവർ, അതുമൂലം അവരുടെ കുടുംബങ്ങളിലുണ്ടായ വിഷമങ്ങൾ, വേദനകൾ, സാഹചര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തീരുമാനങ്ങളെടുത്ത് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെ മേലും ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടേണ്ടതിന് ഈശോയുടെ മുമ്പിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുവാനുള്ള നമ്മുടെ തീരുമാനം. മനുഷ്യരെ വിട്ട് ദൈവത്തെ പിടിക്കുവാനുള്ള നമ്മുടെ തീരുമാനം. നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മെ സഹായിക്കേണ്ട 2-3 വചനഭാഗങ്ങൾ നമുക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. സങ്കീർത്തനം 17 10-ാമത്തെ വചനത്തിൽ കർത്താവ് ഒരാരോപണം നടത്തുന്നത് കാണാൻ പറ്റും. സങ്കീർത്തനം 17:10 അവരുടെ ഹൃദയത്തിൽ അനുകമ്പയില്ല. അവരുടെ ഹൃദയത്തിൽ അനുകമ്പയില്ല. നമ്മൾ കണ്ടത് പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുവിൻ്റെയും അനുകമ്പ. അതുമായി ബന്ധപ്പെട്ട വചനഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. ഇനിയിവിടെ കർത്താവ് പറയാണ് അവരുടെ ഹൃദയത്തിൽ അനുകമ്പയില്ല. നമ്മുടെ കുടുംബാംഗങ്ങളോട്, നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ അയൽവാസികളോട് അനുകമ്പ ഉള്ളവരാണോ നമ്മൾ? നമ്മുടെ കൂടെ താമസിക്കുന്നവരോട് അനുകമ്പ പ്രദർശിപ്പിക്കുന്നവരാണോ നമ്മൾ? വേദനിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന, സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളോട് അനുകമ്പയുള്ളവരാണോ നമ്മൾ? ഇല്ലെങ്കിൽ ഇതേ കാര്യം കർത്താവ് നമ്മളോടും പറയും, നിന്റെ ഹൃദയത്തിൽ അനുകമ്പയില്ല. 1 പത്രോസ് 3-ാം അധ്യായം 8-ാമത്തെ വചനമെടുത്താൽ 1 പത്രോസ് 3:8 പറഞ്ഞിരിക്കുന്നത് നാം അനുകമ്പയുള്ളവരാകണം. ദൈവം ഒരു കൽപ്പന പോലെ നമുക്ക് തന്നിരിക്കുന്ന കാര്യമാണ് അനുകമ്പയുള്ളവരാകുക. സമ്പത്തുള്ളവരോ ഇല്ലാത്തവരോ ആകട്ടെ, അനുകമ്പയുള്ളവരാകണം എന്നാണ് കർത്താവ് പറയുക. ആരോഗ്യമുള്ളവരോ ഇല്ലാത്തവരോ ആകട്ടെ, വിദ്യാഭ്യാസമുള്ളവരോ ഇല്ലാത്തവരോ ആകട്ടെ, അതല്ല പ്രധാനപ്പെട്ടത്, അനുകമ്പയുള്ളവരാകണം. ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു നിർദ്ദേശമാണത്. നീ അനുകമ്പയുള്ള വ്യക്തിയായി മാറണം. അതിന് നാം തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല തീരുമാനമെടുത്ത് അത് നിറവേറ്റുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. യാക്കോസ്ലിയ 2-ാം അധ്യായം 13-ാമത്തെ വചനമെടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, കാരുണ്യരഹിതരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാവും. ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോട് കരുണ കാണിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ബലഹീനരായവർ, ദരിദ്രരായവർ, നിസ്സഹായരായവർ, അവരോട് അനുകമ്പ കാണിക്കുമ്പോൾ കർത്താവ് നമ്മളോടും അനുകമ്പ കാണിക്കും. അവരെ സഹായിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക മേഖലയെ കർത്താവ് അനുഗ്രഹിച്ചുയർത്തും. ആ വിശ്വാസത്തോടെ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. നമ്മളെടുത്ത തീരുമാനങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് ഇതനുസരിച്ച് ശേഷിച്ച എൻ്റെ ജീവിതം അങ്ങേക്ക് പ്രീതികരമാം വിധം ജീവിക്കുവാനുള്ള കൃപ തരണമേ എന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കാരുണ്യവനായ കർത്താവെ, ഈ സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരുടെ ആശകൾ, പ്രതീക്ഷകളെല്ലാം അവിടുന്ന് കാണുന്നവനാണ്. അങ്ങയുടെ മുമ്പിൽ ഉന്നയിച്ച് ഇവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അവിടുന്ന് കൈക്കൊള്ളണമേ. ഇവർക്ക് വേണ്ടതെല്ലാം അങ്ങയുടെ പക്കലുണ്ട്. കർത്താവെ, ഇവർക്ക് വേണ്ടത് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഇവരുടെ ശരീരത്തിന് സൗഖ്യം കൊടുക്കണമേ. ഇവരുടെ മനസ്സിനെ ബലപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ. ഇവരുടെ ആത്മാവിൽ പുതുജീവൻ പകർന്ന് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബത്തെ അങ്ങ് കാണുന്നവനാണല്ലോ, കുടുംബാംഗങ്ങളെ അറിയുന്നവനാണല്ലോ. കർത്താവെ, കുടുംബാംഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ
ഒരുപാട് വേദനിക്കുന്ന മക്കൾ, ഈശോയെ ഈ കുടുംബാംഗങ്ങളിലേക്ക് അവിടുത്തെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരം വേണ്ടവർക്ക് മാനസാന്തരം കൊടുക്കണമേ, സൗഖ്യം വേണ്ടവർക്ക് സൗഖ്യം നൽകണമേ. അഭിഷേകം ആവശ്യമായി അതിനായിട്ട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അഭിഷേകം ചെയ്തുയർത്തണമേ. ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണ കാണിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും വിശുദ്ധീകരിച്ച് വിടുതൽ നൽകുവാനും കർത്താവ് പൗരോഹിത്യത്തിൽ നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിപ്പോൾ ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന. ഈശോയേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ